ഹായ് ഡിയേഴ്സ്, അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഡ്ഡാർ വീഡിയോ ആണ്. നമ്മളെ ഹോം മേക്കേഴ്സ് ആയിട്ടുള്ള വീടൊക്കെ നോക്കി നടത്തുക എന്ന് പറഞ്ഞാൽ അതൊരു ചില്ലറ പരിപാടിയല്ലല്ലേ. അപ്പോൾ ഈ ഹോം മേക്കിംഗ് എന്നുള്ളത് ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള കരിയറാണ്. അൾട്ടിമേറ്റ് കരിയർ ആണെന്ന് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ ഹസ്ബൻഡ് ജോലിക്ക് പോകണതായാലും ഇപ്പോൾ നമ്മൾ വർക്കിംഗ് വുമൺ ആയിട്ടുള്ള നമ്മളാണെന്നുണ്ടെങ്കിലും എല്ലാം എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ജോലിക്ക് പോകണം കാര്യങ്ങളൊക്കെ ലാസ്റ്റ് വന്നെത്തുന്നത് നമ്മളെ വീട് നല്ല രീതിയിൽ നടത്തി കൊണ്ടുപോകാനുള്ള ആ ഒരു ഇതിലേക്കാണ് വന്നെത്തല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വീടിനെ നല്ല രീതിയിൽ മാനേജ് ചെയ്യുക എന്നുള്ളത് ഒരു ഹോം മേക്കർ എന്നുള്ള രീതിയിൽ അതൊരു അൾട്ടിമേറ്റ് കരിയർ തന്നെയാണ് ഹോം മേക്കിംഗ് എന്നുള്ളത്. അപ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ ഒരു വീട്ടിലെ പണികളൊക്കെ സിംപ്ലിഫൈ ചെയ്യാനുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇനിയിപ്പോൾ അധികം വലിച്ചു നീട്ടി ഇൻട്രോ ഒന്നും പറയണ്ട, നമുക്ക് നേരെ നമ്മളെ വീഡിയോയിലേക്ക് കടന്നാലോ. പിന്നെ ഇതിൻ്റെ കൂടെ വേറൊരു കാര്യം കൂടി തുന്നി പിടിപ്പിക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയണ കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ പറയാൻ പോണത്. വലിയ റോക്കറ്റ് സയൻസോ കാര്യങ്ങളൊന്നും അല്ല പറയാൻ പോണത്, എല്ലാവർക്കും അറിയണതാണ്. എന്നാലൊരു ഓർമ്മപ്പെടുത്തൽ പോലെ അങ്ങനെ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മളെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫീൽ ഗുഡ് മോം. ഫസ്റ്റത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ധാരണ ഉണ്ടല്ലേ, അധിക വീട്ടമ്മമാർക്കുള്ളൊരു ധാരണയാണ് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കേണ്ട ഒരു യന്ത്രമോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വസ്തുവാണ് നമ്മൾ എന്നുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം ഫസ്റ്റ് തന്നെ നമ്മളത് മാറ്റണം. അഡ്ജസ്റ്റ് ചെയ്തിട്ടല്ല നമ്മൾ ജീവിക്കേണ്ടത്, അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ജീവിക്കുക എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കി ജീവിക്കാം, സിറ്റുവേഷൻ മനസ്സിലാക്കി. അത് ഒരിക്കലും അഡ്ജസ്റ്റ്മെൻ്റ് അല്ല. ഈ അഡ്ജസ്റ്റ്മെൻറ്റ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ രണ്ട് തലമാണ്. അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളിങ്ങനെ ജീവിക്കുമ്പോൾ നമ്മൾ ആ ഒരു ഒരിക്കലും അങ്ങോട്ട് എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ച് പോവുകയാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് തന്നെ നമ്മളോട് തന്നെ ആ ഒരു സെൽഫ് റെസ്പെക്റ്റ് പോവുക, ഒരു മടുപ്പ് വരാൻ തുടങ്ങും, ജീവിതത്തിനോട് ഒരു മടുപ്പ് വരാൻ തുടങ്ങും. അങ്ങനെ ചെയ്യാണ്ട് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, ഒരു സിറ്റുവേഷൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യാം. ഇപ്പോൾ ജോലിക്കൊക്കെ പോണ ഭർത്താക്കന്മാരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നേരത്തേക്ക് പോയി കുറച്ച് നേരമൊക്കെ വൈകി വരുന്ന ഭർത്താക്കന്മാരാണെങ്കിൽ നമുക്ക് ഈ വീട്ടിലെ പണികളും കൂടി ഓരോട് എടുക്കാൻ പറയാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ ഒരിക്കലും ഒരു കുലസ്ത്രീ എന്നുള്ള ഒരു രീതിയിലല്ല പറയുന്നത്. ആ ഒരു സിറ്റുവേഷൻ അങ്ങനെയാണ്. ഇപ്പോൾ രണ്ടാളും ഇപ്പം ഭർത്താവും ഭാര്യയും ജോലിക്ക് പോണ ഒരു വീടാണെന്നുണ്ടെങ്കിൽ അത് രണ്ടാളും ഷെയർ ചെയ്ത് ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ വരില്ലേ. അപ്പോൾ അത് അങ്ങനെ ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ആ ഒരു സിറ്റുവേഷൻ എന്താണോ അത് നോക്കിയിട്ട് നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ജോലിക്കൊന്നും പോവാത്തൊരു വീട്ടമ്മയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലെ കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ മാനേജ് ചെയ്ത് നമ്മളെ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്ത് നമുക്കായിട്ട് ടൈം കണ്ടുപിടിച്ച് നമുക്ക് അങ്ങനെ ലൈഫ് കൊണ്ടുപോകാൻ പറ്റും. അപ്പം നല്ലൊരു ടൈം മാനേജ്മെൻറ്റും കൂടി നമ്മളെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് വീട് നോക്കി നടത്താൻ ഈ ഹോം മേക്കിംഗ് എന്നുള്ളത് നല്ല രീതിയിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്നൊരു സംഗതിയാണ്. അപ്പോൾ ഈ അഡ്ജസ്റ്റ് ചെയ്യല്ല, അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു സെൽഫ് റെസ്പെക്റ്റ് പോകും. അതുപോലെ തന്നെ നമുക്ക് എല്ലാത്തിനോടൊരു വെറുപ്പാവും. കിടക്കാൻ നേരം ആകുമ്പോഴത്തേക്ക് നമ്മൾ വിചാരിക്കും ഇന്ന് എന്തൊക്കെ പണി ചെയ്ത് എന്തൊക്കെയോ ചെയ്ത് കൂട്ടിയിട്ടുണ്ടാവും. ഭയങ്കര ബിസി ആയിരിക്കും ആ ഒരു ദിവസം എന്ന് പറയുന്നത്. പക്ഷേ ലാസ്റ്റ് കിടക്കാൻ നേരത്ത് നമുക്ക് നമ്മളോട് തന്നെ അടുത്ത ദിവസം ഇപ്പോൾ രാവിലെ എണീറ്റ് കുക്ക് ചെയ്യണം, കുട്ടികളെ നോക്കണം, ഇതുപോലെ ക്ലീൻ ചെയ്യണം, ഇതൊക്കെ തന്നെയല്ലേ പരിപാടി. റിപ്പീറ്റായി ഇത് തന്നെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വെറുപ്പൊക്കെ വരാൻ തുടങ്ങും, നമ്മളോട് തന്നെ ഒരു വെറുപ്പും ദേഷ്യമൊക്കെ വരാൻ തുടങ്ങും നമുക്ക്. അപ്പോൾ ആ ഒരു സംഗതിയിൽ നമ്മൾ ചെയ്യുന്ന ഈ ഒരു പണി ഹോം മേക്കിംഗ് എന്നുള്ള ഈ ഒരു സംഗതി അൾട്ടിമേറ്റ് ആയിട്ടുള്ളൊരു കരിയർ ആണ് എന്നുള്ളത് തന്നെ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. അതൊരു ചില്ലറ പരിപാടിയല്ല. നമുക്ക് ഇങ്ങനെ ഒരു വീടിനെ മാനേജ് ചെയ്യുക എന്നുള്ളത് അതൊരു ചില്ലറ കാര്യമല്ല എന്നുള്ളത് ഉത്തമ ബോധ്യത്തോടെ പോയി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യണത് ഒരു നിസ്സാര പരിപാടിയല്ല. അപ്പം നമുക്ക് തന്നെ ആ ഒരു റെസ്പെക്റ്റ് നമ്മളോട് തന്നെ തോന്നാനുള്ളൊരു കാരണമാക്കിയിട്ട് അതിനെ മാറ്റുക എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. ഇനിയിപ്പോൾ ഈ ഹോം മേക്കിംഗ് എന്നുള്ളതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലേ കുക്കിംഗ് എന്ന് പറയണത്. അപ്പോൾ ഈ കുക്കിങ്ങിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ് അത് നമ്മളൊരു വരുതിയിലാക്കുക, നല്ലൊരു ഷെഡ്യൂൾ വെക്കുക, നല്ലൊരു കുക്കിംഗ് ഷെഡ്യൂൾ വെക്കുക. ഇപ്പോൾ എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചിൻ്റെ ആ ഒരു കുക്കിങ്ങും ഞാൻ ഒരുമിച്ച് അങ്ങോട്ട് കഴിക്കും. പിന്നെ ഞാൻ അടുക്കളയിൽ ആ ഒരു വൃത്തിയാക്കൽ രാവിലത്തെ ആ ഒരു കുറച്ച് പാത്രം കഴുകാനൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് കഴുകി വെച്ചൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഒരു 3-3:30 ആകുമ്പോഴാണ് കുട്ടികളെ സ്കൂളൊക്കെ വിട്ട് വരുമ്പോഴത്തേക്ക് അവർക്ക് എന്തെങ്കിലും കൊടുക്കാനുള്ള സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ അടുക്കളയിലേക്കുള്ള കുക്കിങ്ങിനായിട്ട് വരാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ചിലപ്പോൾ ആ ഒരു സമയം തന്നെ ഡിന്നറിൻ്റെ കാര്യങ്ങളൊക്കെ കുക്ക് ചെയ്യും. അല്ലെങ്കിൽ സന്ധ്യ കഴിഞ്ഞ് വിളക്കൊക്കെ വെച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു മണിക്കൂറൊന്നും വേണ്ട, ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ രാത്രിത്തെ ആ ഒരു ഡിന്നറിൻ്റെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മാക്സിമം ഒരു മണിക്കൂർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് രാത്രിത്തെ ആ ഒരു ക്ലീനിങ്ങും കിച്ചണിലുള്ള ആ ഒരു ക്ലീനിങ്ങും കഴിയും. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ഒരു ഷെഡ്യൂൾ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഈ രാവിലെ മുതൽ രാത്രി വരെ അടുക്കളയിൽ നിന്ന് ഇങ്ങനെ തിരിഞ്ഞ് കളിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു ഷെഡ്യൂൾ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യണമെന്നല്ല. ഇത് ഇപ്പോൾ നമ്മൾ ഓരോരുത്തരുടെ ലൈഫ് സ്റ്റൈലൊക്കെ വ്യത്യാസമാണ് അല്ലേ. അപ്പം ജോലിക്ക് പോകുന്നവരാണെങ്കിൽ അവർക്ക് വേറെ ഇതുപോലെ കുക്കിംഗ് ഷെഡ്യൂൾ അവർക്ക് വേറെ ആയിരിക്കും. അപ്പോൾ അതുപോലെ നിങ്ങളൊരു കുക്കിംഗ് ഷെഡ്യൂൾ സെറ്റ് ചെയ്ത് വെക്കുക. ഈ സമയം മുതൽ ഈ സമയം വരെ ഇങ്ങനെയൊക്കെയാണ് ഞാൻ കുക്ക് ചെയ്യുക എന്നുള്ള ആ ഒരു ഷെഡ്യൂൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ അടുക്കളയിൽ തിരിഞ്ഞ് കളിക്കാൻ കുറേ സമയം എടുക്കേണ്ടി വരില്ല. അതുപോലെ തന്നെ മീൽ പ്ലാനിങ് എന്ന് പറയുന്നത് സമയം കുറേ ചിലവാകും എന്നുള്ളത് അല്ല. മീൽ പ്ലാനിങ് എന്ന് പറയുന്നത് സമയം കുറേ ലാഭിക്കുക എന്നുള്ളത് മാത്രമല്ല, മീൽ പ്ലാനിങ്ങിനെ കൊണ്ട് ഇഷ്ടം പോലെ ഉപയോഗങ്ങളുണ്ട്. നമ്മളെ പൈസ സേവ് ചെയ്യാനാണെങ്കിലും ഫുഡിൻ്റെ വേസ്റ്റേജ് കുറയ്ക്കാനാണെങ്കിലും ഒക്കെ ഈ
മീൽ പ്ലാനിങ്ങിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ 1-2 വീഡിയോ എന്നല്ല കുറേ വീഡിയോസ് ചെയ്തിരിക്കണം. അപ്പോൾ നമ്മളെ പ്ലേലിസ്റ്റിൽ പോയി പ്ലാനിങ് ആൻഡ് ഷെഡ്യൂൾസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലേലിസ്റ്റ് ഉണ്ട്. അപ്പോൾ അതിലൊന്ന് പോയി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇഷ്ടം പോലെ വീഡിയോസ് ഉണ്ട് കേട്ടോ. ഞാൻ പറ്റുമെങ്കിൽ ലിങ്ക് ഞാൻ കൊടുക്കുക ഡിസ്ക്രിപ്ഷനിലോ ഫസ്റ്റ് കമൻ്റ് ആയിട്ടോ പിൻ ചെയ്യാം. അപ്പോൾ അത് താല്പര്യമുള്ളവർ അതുകൂടി കണ്ടു നോക്കി കഴിഞ്ഞാൽ ഏകദേശം നിങ്ങൾക്ക് ഈ വീക്ക്ലി മീൽ പ്ലാനിങ് എങ്ങനെയാണ്. ഇപ്പോൾ വീക്ക്ലി മീൽ പ്ലാനിങ് വേണ്ട 1-2 ദിവസത്തേക്ക്, അല്ലെങ്കിൽ ഒരു തലേ ദിവസം, ഇപ്പോൾ ബിഗിനറൊക്കെ ആണെന്നുണ്ടെങ്കിൽ തലേ ദിവസം ഇരുന്നിട്ട് അടുത്തൊരു ദിവസത്തേക്കൊന്ന് പ്ലാൻ ചെയ്ത് നോക്കുക. എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ അടുത്ത ദിവസം എന്തൊക്കെ കാര്യങ്ങളാണ് മെനു സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പ്ലാൻ ചെയ്തിട്ട് അങ്ങനെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കാം. അപ്പോൾ അതൊക്കെയാണ് നമ്മളെ കുക്കിങ്ങിൻ്റെ ഏരിയ. നമുക്ക് നമ്മളൊരു ഹോം മേക്കർ എന്നുള്ള രീതിയിൽ കുക്കിങ്ങിൻ്റെ ഏരിയ നമ്മളെ കൈപ്പിടിയിലാക്കാനുള്ള കുറച്ച് പരിപാടികൾ. ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ സെൽഫ് കെയർ. ഈ സെൽഫ് കെയർ എന്ന് പറയുമ്പം കുറേ ആൾക്കാർ ഇപ്പോൾ നെറ്റിച്ച് വിളിക്കും അല്ലേ. എന്താ കാര്യം എന്ന് വെച്ചാൽ ഈ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ രാത്രി കിടക്കാൻ നേരം വരെ പണിയോട് പണിയാണ്. ഇതിൻ്റെ ഇടയിൽ എവിടെയാണ് സെൽഫ് കെയറിൻ്റെ ടൈം എന്നായിരിക്കും ചില ആൾക്കാർ വിചാരിക്കുന്നുണ്ടാവാം. ടൈം കിട്ടും. നമ്മൾ വിചാരിച്ച് കഴിഞ്ഞാൽ, നമ്മൾ മനസ്സറിഞ്ഞ് വിചാരിച്ച് കഴിഞ്ഞാൽ നമ്മളെ പ്രയോറിറ്റി ലിസ്റ്റിൽ ഏറ്റവും താഴത്തെ, അല്ലെങ്കിൽ ചില ആൾക്കാരുടെ പ്രയോറിറ്റി ലിസ്റ്റിലേ ഉണ്ടാവില്ല സെൽഫ് കെയർ എന്നുള്ള പരിപാടി. അപ്പോൾ ഈ പ്രയോറിറ്റി കൂടുമ്പോഴാണ് നമുക്കത് ചെയ്യാനുള്ള ഒരു ഇതും കൂടുക. അപ്പോൾ അതിൽ പ്രയോറിറ്റി ലിസ്റ്റിൽ ഉറപ്പായിട്ടൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റ് ആയിട്ട് തന്നെ നമ്മൾ സെൽഫ് കെയറിനെ കാണണം. അപ്പോൾ ലൈഫ് ഒന്ന് ചിട്ടയാക്കി കഴിഞ്ഞാൽ, നമ്മൾ വിചാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ട് നമുക്ക് അതിന് സമയം കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് മാത്രമല്ല അത് കണ്ടുപിടിക്കണം എന്നുള്ളത് തന്നെയാണ് കേട്ടോ എനിക്ക് പറയാനുള്ളത്. ഈ സെൽഫ് കെയർ എന്ന് പറയുമ്പോൾ വലിയ എന്തോ കാര്യമായിട്ട് കാണാണ്ട് കുറച്ച് സമയം, ഒരു 10-15 മിനിറ്റ് ആയാലും നമുക്ക് ഓരോ ദിവസവും നമുക്ക് വേണ്ടി ചിലവഴിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അപ്പം കിട്ടുന്ന ആ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെയാണ്. അത് വേറെ ഒരു സംഗതി നമ്മൾ ചെയ്താലും കിട്ടില്ല. നമ്മളെ തന്നെ കെയർ ചെയ്യുന്നുണ്ട് എന്നുള്ള ആ ഒരു ബോധം. അപ്പോൾ അത് സെൽഫ് കെയർ എന്ന് പറയുമ്പോൾ നമ്മളെ ശരീരം മാത്രം നോക്കുക എന്നുള്ളതല്ല കേട്ടോ, മനസ്സും ശരീരവും ഒക്കെ ഈ സെൽഫ് കെയറിൽ പെടും. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് സമയം നമ്മൾ ഉറപ്പായിട്ട് മാറ്റി വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പരിപാടികൾ, ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യം, ഇപ്പം ഞാൻ ചെയ്തുകൊണ്ട് വരുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു സ്കിൻ ടോണർ, അതുപോലെ തന്നെ ഒരു ഹെയർ ടോണർ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം ഞാൻ സിമ്പിളായിട്ടാണ് സെൽഫ് കെയർ, സ്കിൻ കെയർ ആണെങ്കിലും ഹെയർ കെയർ റൊട്ടീൻ ആണെങ്കിലും ഫോളോ ചെയ്യുന്നത്. അപ്പം ഇത് ഡെയിലി ഞാനിപ്പോൾ ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ. അതിൽ ഈ സ്കിൻ കെയറിൽ ചെയ്യുന്ന ഈ ഒരു സ്കിൻ ടോണർ എന്ന് പറയുന്നത് ഗ്ലിസറിനും റോസ് വാട്ടറും കൂടി മിക്സ് ചെയ്തിട്ട് ആ ഒരു വൈറ്റ് കുപ്പിയിലാക്കിയിട്ട് അങ്ങനെ മിക്സ് ചെയ്തിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക മുഖത്ത്. അത് ഇടയ്ക്കിടയ്ക്ക് നമുക്കിപ്പോൾ ഒരു ക്ഷീണമൊക്കെ ഇങ്ങനെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ സ്പ്രേ ചെയ്യുമ്പോൾ ഒരു റിഫ്രഷ് ആയ പോലെയാണ് കേട്ടോ. പിന്നെ അതുപോലെ ഹെയർ ടോണിക് ആയിട്ട് ഇതിപ്പോൾ ഞാൻ മാമാർത്തിൻ്റെ റോസ്മേരി എസൻഷ്യൽ ഓയിലാണ് വെള്ളത്തിലേക്ക് അപ്ലൈ ചെയ്തിട്ട് അങ്ങനെയാണ് ഈ ഒരു ഹെയർ ടോണിക് ഉണ്ടാക്കിയത്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ റോസ്മേരി വാങ്ങാൻ കിട്ടും, സൂപ്പർ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. അപ്പോൾ അത് തിളപ്പിച്ചിട്ട് രാത്രി തിളപ്പിച്ചവിടെ വെച്ചിട്ട് രാവിലെ ആകുമ്പോൾ ആ ഒരു വെള്ളം ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമുക്ക് തലയിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ പറയുമ്പോൾ നീരിറക്കമുള്ള ആൾക്കാരൊക്കെ ഇത് ചെയ്തിട്ട് പിന്നെ 2 ദിവസം പനിച്ച് കിടന്നു കഴിഞ്ഞാൽ നമ്മളെ പറയരുത്, അത് വേറെ കാര്യം. നമ്മളെ ശരീരത്തിനെ നമുക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ഓരോരുത്തരുടെ ശരീരപ്രകൃതി വ്യത്യസ്തമാണ്. അപ്പോൾ എനിക്കിപ്പോൾ ഇത് പാതിരാത്രി എണ്ണയിച്ച് കുറേ നേരം വെച്ചാലൊന്നും എനിക്ക് അങ്ങനെ നീരിറക്കോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിത് കുളി കഴിഞ്ഞിട്ടാണെങ്കിലും അല്ലെങ്കിൽ കുളീൻ്റെ മുമ്പേ ആണെങ്കിലും ഈ ഒരു റോസ്മേരി ഈ ഒരു ടോണർ ഞാൻ ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കും. ചെറിയ ബേബി ഹെയർസൊക്കെ ഉണ്ടാവണ ഒരു മാറ്റം എനിക്ക് നല്ല വിസിബിളായിട്ട് തന്നെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഇപ്പം ഞാൻ ഫോളോ ചെയ്യണ എൻ്റെ ഒരു സ്കിൻ കെയർ ഹെയർ കെയർ എന്ന് പറയുന്നത്. പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ, അതിപ്പോൾ ശനിയാഴ്ചയോ ഞായറാഴ്ചയോ ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും, ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ എണ്ണയച്ച് കുളിക്കാൻ ശ്രദ്ധിക്കലുണ്ട് കേട്ടോ. എണ്ണയച്ച് കുളിക്കുക എന്നുള്ളത് അത് എണ്ണയച്ച് കുളിച്ച ആൾക്കാർക്കാണ് അതിൻ്റെ ആ ഒരു ഉഷാർ എത്രത്തോളാണെന്ന് മനസ്സിലാവുള്ളൂ. അതുപോലെ തന്നെ ഒരു സ്ക്രബ് ഡേ ആയിട്ടോ ആഴ്ചയിൽ ഒരു ദിവസം ഒന്ന് സ്ക്രബ് ചെയ്യുക, ബോഡി മൊത്തത്തിൽ ഫേസും ലിപ്പും അതുപോലെ തന്നെ ബോഡി മൊത്തത്തിൽ ഒന്ന് സ്ക്രബ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പൈസയും കൊടുത്ത് വലിയ സ്ക്രബ്ബറൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്ക്രബ്ബർ എന്ന് പറയുന്നത് കാപ്പിപ്പൊടി, അതിലേക്ക് ഉപ്പ്, പിന്നെ അതിലേക്ക് കുറച്ച് തേനും കൂടി ഒഴിച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ എൻ്റെ ഒരു സ്ക്രബ്ബർ. അതിൻ്റെ ഒരു ഫേവറേറ്റ് സ്ക്രബ്ബറാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്ക്രബ്ബറും അതുപോലെ തന്നെ ഒരു എണ്ണയച്ച് കുളിയൊക്കെ ആഴ്ചയിൽ ഒരു ദിവസം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ആ ഒരു കോൺഫിഡൻസ് കിട്ടും കേട്ടോ. നമുക്ക് നമ്മളെ ശരീരത്തിന് നമ്മൾ കെയർ ചെയ്യാന്നുള്ള, അതിപ്പോൾ വെളുത്ത് തുടുത്ത് അല്ലെങ്കിൽ മുട്ടോളം മുടിയൊക്കെ വന്ന് അങ്ങനത്തെ ആ ഒരു റിസൾട്ട് അല്ല നമ്മൾ പ്രതീക്ഷിക്കണത്. നമുക്ക് ആ ഒരു കോൺഫിഡൻസ്, നമ്മളെ കെയർ ചെയ്യണുണ്ട് എന്നുള്ള ആ ഒരു കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ നമ്മളെ തന്നെ ഒന്ന് സെൽഫ് കെയറിന് വേണ്ടിയിട്ട് സമയം കണ്ടുപിടിക്കുക. പിന്നെ ആ സെൽഫ് കെയറിൽ വരുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രസൻറ്റബിൾ ലുക്കിൽ നിൽക്കുക എന്നുള്ളത്. അതിപ്പോൾ നമ്മൾ വീട്ടിലാണെങ്കിൽ ഞാനിപ്പോൾ വീട്ടിലല്ലേ എന്ന് വിചാരിച്ചിട്ട് നൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ട് വെറുതെ ഇങ്ങനെ കൂതറ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്ന് കളിക്കുക. അപ്പോൾ വേറൊരാൾ പെട്ടെന്ന് നമ്മളെ വീട്ടിലേക്ക് വരുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവില്ല, ഓരോ മുമ്പ് പോയി നിന്ന് സംസാരിക്കാനുള്ള, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കോൺഫിഡൻസ് കിട്ടില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ വീട്ടിലാണെന്നുണ്ടെങ്കിൽ കൂടി നൈറ്റ് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമ്മൾ നല്ലൊരു രീതിയിൽ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് പാർട്ടി വെയറൊക്കെ ഇട്ട് ഇങ്ങനെ തിളങ്ങി നിൽക്കണം എന്നല്ല കേട്ടോ,
നല്ല രീതിയിൽ ഒരു സാമാന്യം നല്ല ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ട് വൃത്തിയുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ട് നല്ലൊരു ലുക്കിൽ നിൽക്കാം. മുടിയൊക്കെ ഒന്ന് ഒതുക്കി കെട്ടി ഒരു പൊട്ടൊക്കെ തൊട്ട് നല്ലൊരു പ്രസൻറ്റബിൾ ലുക്കിൽ നിൽക്കുക എന്നുള്ളത്. അങ്ങനെ നിന്നാൽ തന്നെ നമുക്ക് ഉഷാറ് താനങ്ങോട്ട് വരും, നമുക്ക് തന്നെ ഒരു ഉഷാറ് വരും. അല്ലാണ്ട് നമ്മളിങ്ങനെ കൂതറയായിട്ട് ഒരു എന്താ പറയുക ഒരു കഞ്ചാവ് അടിച്ച പോലത്തെ അവസ്ഥയിൽ ഇങ്ങനെ വാരിപ്പറന്ന് നടക്കണ പോലെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യം ചെയ്യാനും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അത് മാത്രമല്ല ഒരു ഉറക്കം തൂങ്ങിയ അവസ്ഥയായിരിക്കും. അപ്പോൾ അതൊന്ന് മാറാൻ വേണ്ടി നമ്മളെ തന്നെ ഒന്ന് ഉഷാറാക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു പ്രസൻറ്റബിൾ ലുക്കിൽ വീട്ടിലായാലും നിൽക്കുക. വീട്ടിൽ നിൽക്കുന്നത് ചില ആൾക്കാർ എങ്ങനെയായിരിക്കും, വീട്ടിൽ നല്ല അടിപൊളി ലുക്കിലൊക്കെ നിൽക്കും, പക്ഷേ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്തെങ്കിലുമൊക്കെ വാരി വലിച്ചിട്ട് ഒരൊറ്റ പോക്കായിരിക്കും അല്ലേ. അപ്പോൾ അതും നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ പുറത്തേക്കൊന്ന് പോകുന്ന സമയത്ത് നമ്മളെ പേഴ്സണാലിറ്റീനെ ഒന്നും കൂടി എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടി. ഇപ്പോൾ കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ ഈ മേക്കപ്പ് ഇട്ടാൽ മാത്രമേ കോൺഫിഡൻസ് കിട്ടുള്ളൂ എന്നല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. ചില ആൾക്കാർക്ക് ഒന്ന് മേക്കപ്പ് ഒക്കെ ചെയ്ത് പുറത്തേക്ക് പോകുമ്പോൾ ഒരു കോൺഫിഡൻസ് ഒക്കെ കിട്ടും. അപ്പോൾ വേറെ ആൾക്കാർ എന്ത് പറയും എന്നുള്ളത് വിചാരിച്ചിട്ട് മേക്കപ്പ് ചെയ്യാണ്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അങ്ങനെ നിൽക്കാണ്ട് ഇപ്പം നമ്മളെ സ്കിൻ ടോണിന് സ്യൂട്ട് ആവുന്ന തരത്തിലുള്ള മേക്കപ്പ് ചെയ്യുക. അപ്പോൾ അത് നല്ലൊരു കാര്യമാണ് അല്ലേ. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ ഇപ്പം നോ മേക്കപ്പ് ലുക്ക് എന്നൊക്കെ പറയല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ലുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന കുറച്ച് പ്രൊഡക്ട്സും കാര്യങ്ങളും ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം കേട്ടോ. അപ്പോൾ പുറത്തേക്കൊക്കെ പോകുമ്പം മേക്കപ്പ് ഒക്കെ ചെയ്യാന്നുള്ളത് വലിയ അപരാധമായിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല. അപ്പോൾ ചില ആൾക്കാർക്ക് ഇഷ്ടമുള്ള കാര്യമായിരിക്കും. അപ്പോൾ അതിന് പറ്റിയ കുറച്ച് പ്രൊഡക്ട്സ് ഞാൻ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ മാമാർത്ത് ബ്രാൻഡ് നമ്മളായിട്ട് പാർട്ട്ണർഷിപ്പ് കൊളാബറേഷൻ ചെയ്യുന്ന ഒരു ബ്രാൻഡാണ്. മാമാർത്ത് ബ്രാൻഡിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ പോപ്പുലർ ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് അല്ലേ, ഒരു ഇന്ത്യൻ ബ്രാൻഡാണ്. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ബ്രാൻഡും കൂടിയാണ്. അധികം ആൾക്കാർക്ക് മേക്കപ്പ് ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാരായിരിക്കും, പക്ഷേ ആ ഒരു പുട്ടിയിട്ട പോലെ ഇങ്ങനെ ഒട്ടിച്ച് വെച്ച പോലത്തെ ആ ഒരു എഫക്റ്റ് അല്ലാണ്ട് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഗ്ലോ കിട്ടാൻ ഒരു നോ മേക്കപ്പ് ലുക്കായിരിക്കും അധികം ആൾക്കാർക്കും ഇഷ്ടമുണ്ടാവുക. അധികം ആൾക്കാരും പ്രിഫർ ചെയ്യണത് അങ്ങനത്തെ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ അതിനുള്ള ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് മാമാർത്ത് ബ്രാൻഡിൻ്റെ ഹൈഡ്രാ ഗ്ലോ CC സിറം എന്ന് പറയുന്നത്. ഇതൊരു CC ക്രീം അല്ല, ഒരു കൺസീലർ അല്ല, ഒരു BB ക്രീം അല്ല, ഒരു ഫൗണ്ടേഷനും അല്ല. പിന്നെ ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഡ്യൂയി ഗ്ലോ ലുക്ക് തരുന്ന ഒരു സിറാണ് ഈ ഒരു ഹൈഡ്രാ ഗ്ലോ മാമാർത്തിൻ്റെ CC സിറം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു പാക്കേജിങ് നോക്കുകയാണെങ്കിൽ ഒരു ക്യൂട്ടായിട്ടുള്ള ഗ്ലാസ് ബോട്ടിൽ പാക്കേജിങ്ങിലാണ് വരുന്നത്. ഇത് ഫിൽറ്റർ ടൈപ്പ് അപ്ലിക്കേറ്ററാണ് ഇതിൽ വരുന്നത് കേട്ടോ. പിന്നെ ഇതിൻ്റെ ആ ഒരു ഫോർമുല നോക്കുകയാണെങ്കിൽ കാണാമെങ്കിൽ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫോർമുലയിലാണ് ഈ ഒരു CC സിറം ഹൈഡ്രാ ഗ്ലോ CC സിറം വരുന്നത്. പിന്നെ ഇതിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള കീ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് വൈറ്റമിൻ സിയും ഹൈലറോണിക് ആസിഡും ആണ്. വൈറ്റമിൻ സി നമ്മളെ സ്കിന്നിൻ്റെ 1-2 ഷെയ്ഡ് ഒന്ന് ബ്രൈറ്റൻ ചെയ്യിക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ. നമുക്ക് എല്ലാവർക്കും അറിയാം വൈറ്റമിൻ സിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന്. അതുപോലെ തന്നെ ഹൈലറോണിക് ആസിഡ് എന്ന് പറയുന്നത് നമ്മളെ മോയ്സ്ചർ ലെവൽ ലോക്ക് ചെയ്തിട്ട് അധികം ഓയിലി ആക്കാണ്ട് നമ്മൾ ആ ഒരു ഹൈഡ്രേറ്റിംഗ് ലെവല് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഹൈലറോണിക് ആസിഡ് ഇതിൽ ഉപയോഗിക്കുന്നത്. പിന്നെ ഇത് നമുക്ക് എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് മാമാർത്തിൻ്റെത്. സിലിക്കൺ പാരബൻ ഫ്രീ ആയിട്ടുള്ള മെയ്ഡ് സേഫ് സർട്ടിഫൈഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് മാമാർത്തിൻ്റെത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ധൈര്യത്തോടെ ഡെയിലി യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുള്ളതാണ്. പിന്നെ ഇത് വാട്ടർ റെസിസ്റ്റൻറ്റും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ആ ഒരു റിഗ്രറ്റ് ഫീൽ വരില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ഇതിപ്പോൾ 3 ഷെയ്ഡ്സിലാണ് അവൈലബിൾ ആയത്. ഒന്നാമത്തത് 01 വാനില എന്നുള്ള ആ ഒരു ഷെയ്ഡാണ്. അത് ഫെയർ സ്കിൻ ടോണിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. ഇനി 02 പീച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡ് എന്ന് പറയുന്നത് ഒരു എബോ മീഡിയം ടു മീഡിയം ആ ഒരു റേഞ്ചിലുള്ള സ്കിൻ ടോണിന് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. 03 ഹണി എന്നുള്ള ആ ഒരു ഷെയ്ഡാണ് എനിക്ക് സ്യൂട്ട് ആവുന്ന ഒരു ഷെയ്ഡ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ 3 ഷെയ്ഡ് ഞാനിതവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവുമല്ലോ ഏതാണോ നിങ്ങൾക്ക്. ഇപ്പം 03 ഹണി എന്ന് പറയുന്നത് അത്യാവശ്യം ഒരു മീഡിയം ടു ഡീപ്പ് ടോണിനൊക്കെ മാച്ചായി പോകുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ. ഒരു വാം അണ്ടർ ടോണിൽ വരുന്ന ആ ഒരു ഷെയ്ഡാണ്. അപ്പോൾ അധികം ആൾക്കാർക്കും ഈ ഒരു 02, 03 ഈ ഒരു ഷെയ്ഡായിരിക്കും അധികം ഫെയർ ആയിട്ടുള്ള സ്കിന്നിന് മാത്രമാണ് 01 വാനില എന്നുള്ള ആ ഒരു ഷെയ്ഡ് യൂസ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഈ ഒരു ഹൈഡ്രാ ഗ്ലോ CC സിറത്തിനെ പറ്റി പറയാനുള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ മാമാ എർത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യണ വേറൊരു പ്രൊഡക്റ്റാണ് ലിപ് ചീക്ക് ആൻഡ് ഐ ടിൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്രൊഡക്റ്റ്. നല്ല ക്യൂട്ട് പാക്കേജിങ്ങിൽ വരുന്ന ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെടിക്ക് 2 അല്ല 3 പക്ഷിയാണ്. ഒറ്റ പ്രൊഡക്റ്റ് മതി നമുക്ക് ക്യുക്കായിട്ട് ഡെയിലി മേക്കപ്പിനൊക്കെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് കേട്ടത്. ലിപ്പായാലും അതുപോലെ തന്നെ ചീക്കായാലും ഐൻ്റെ ആ ഒരു ഐ ഷേഡോ പോലെ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടിൻ്റാണിത്. അപ്പോൾ ഇതും 3 ഷെയ്ഡിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് 01 എന്ന് പറയുന്ന ഷെയ്ഡ് എന്ന് പറയുന്നത് ബീട്രൂട്ട് റെഡ് എന്ന് പറഞ്ഞ ഷെയ്ഡ്. ഒരു ഹെവി റെഡ് അല്ല, എന്നാൽ ആ ഒരു റെഡ് കാറ്റഗറിയിൽ വരുന്നൊരു ഷെയ്ഡാണ് കേട്ടോ. 02 കൊക്കോ ന്യൂഡ് എന്ന് പറയുന്ന ഷെയ്ഡ് ഒരു പെർഫെക്റ്റ് ന്യൂഡ് ഷെയ്ഡാണ്. ഈ കാണുന്ന പോലെ അത്രയ്ക്ക് അങ്ങോട്ട് ഡാർക്ക് ആയിട്ടല്ല, ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ന്യൂഡ് ഷെയ്ഡാണ് തരുന്നത്. 03 റോസ് പിങ്ക്, ഒരു പിങ്ക് ടച്ച് വരുന്ന ആ ഒരു ഷെയ്ഡാണിത്.
അപ്പോൾ ഇത് ഹെവി ആയിട്ടുള്ള പിഗ്മെൻറ്റേഷൻ തരുന്ന ഒരു പ്രൊഡക്റ്റ് അല്ല, ഒരു ഓവർ പിഗ്മെൻറ്റഡ് അല്ല, എന്നാൽ ഹൈഡ്രേറ്റഡ് ആക്കി നറേഷിംഗ് ആക്കിയിട്ട് നമ്മളെ ലിപ്സ് ആണെങ്കിലൊക്കെ നറേഷിംഗ് ആക്കി ഹൈഡ്രേറ്റഡ് ആക്കി വെക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. നമുക്ക് ഡെയിലി യൂസിനൊക്കെ സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റും, ക്വിക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ക്രീമി മാറ്റി ആയിട്ടുള്ള ഒരു ഈസി ബ്ലെൻഡ് ആയിട്ട് വരുന്ന ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത്രയും നമ്മളെ കയ്യിലിപ്പം ഇത് നിങ്ങൾക്ക് ഏത് ഷെയ്ഡാണ് നിങ്ങൾക്ക് സ്യൂട്ട് ആവണമെന്ന് തോന്നുന്ന ഈ ഒരു 2 പ്രൊഡക്റ്റ് നിങ്ങളെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സിമ്പിളായിട്ടുള്ള ഒരു നോ മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഏതെങ്കിലും പ്രൊഡക്റ്റ് വാങ്ങണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഫുൾ ഡീറ്റെയിൽസ് കൊടുക്കാം. പിന്നെ മാമാഅർത്തിൻ്റെ ഒഫീഷ്യൽ ആപ്പ് വഴി പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ഡിസ്കൗണ്ടും കാര്യങ്ങളും കിട്ടും. പിന്നെ ഇത് ആമസോൺ, പർപ്പിൾ, നൈക്ക, ഫ്ലിപ്കാർട്ട് ഇവിടെയൊക്കെ അവൈലബിൾ ആണ്. അതിൻ്റെയൊക്കെ ലിങ്കും കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കൂടാണ്ട് നമ്മളെ ഫീൽ ഗുഡ് മോം ഫാമിലി മെമ്പേഴ്സിനായിട്ട് അഭിന 2024 എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഒരു 20% ഡിസ്കൗണ്ടും കൂടി, എക്സ്ട്രാ ഡിസ്കൗണ്ടും കൂടി നിങ്ങൾക്ക് കിട്ടും കേട്ടോ. പിന്നെ ഇപ്പോൾ മാമാഅർത്തിൻ്റെ പ്രൊഡക്ട്സ് ഒക്കെ ഓഫ്ലൈൻ ആയിട്ടും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും മാമാഅർത്തിൻ്റെ സ്റ്റോർ കാണുകയാണെന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്ത് പറയാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന സംഗതി എന്ന് പറയുന്നത് സെൽഫ് കെയർ ആണല്ലേ. അപ്പോൾ നമ്മളൊരു ദിവസത്തിൽ കുറച്ച് സമയം നമുക്ക് വേണ്ടി മാറ്റി വെക്കുക എന്ന് പറയുന്നത് അതൊരിക്കലും ഒരു സെൽഫിഷ് ആയിട്ടുള്ള കാര്യമല്ല. നമുക്ക് ആരോഗ്യം, നമുക്ക് ഒരു സന്തോഷം ഉണ്ടെങ്കിലല്ലേ നമുക്കത് നമ്മളെ കുടുംബങ്ങൾക്കും കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സെൽഫ് കെയർ എന്നുള്ള ആ ഒരു കാര്യം നമ്മളെ ലിസ്റ്റിൽ ഒരിക്കലും പ്രയോറിറ്റിയിൽ ലാസ്റ്റിലേക്ക് കൊണ്ടുപോയി വെക്കരുത്. പ്രയോറിറ്റിയിൽ ഫസ്റ്റ് തന്നെ ആയിട്ട് നമ്മളെ സെൽഫ് കെയറും ഉൾപ്പെടുത്തണം. അതിനുവേണ്ടി ഒരു ദിവസത്തിൽ കുറച്ച് സമയം നമ്മൾ എന്തായാലും ചിലവഴിക്കണം. ഇനി വരുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഹോം മേക്കറെ സംബന്ധിച്ച് ക്ലീനിങ് ആണ് അല്ലേ. ക്ലീനിങ് എന്ന് പറയുന്നതും ഒരിക്കലും നമുക്ക് മാറ്റി വെക്കാനോ ഒരു കോംപ്രമൈസ് ചെയ്യാനോ പറ്റാത്തൊരു സംഗതിയാണ്. അഥവാ നമ്മൾ എന്തെങ്കിലും തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ടൊന്ന് കോംപ്രമൈസ് ചെയ്തെന്നുണ്ടെങ്കിൽ അത് ഇരട്ടി പണിയായിട്ട് നമ്മൾ തന്നെ ചെയ്ത് തീർക്കേണ്ടി വരും. അപ്പോൾ ക്ലീനിങ്ങിൻ്റെ കാര്യത്തിൽ ഒരു ചിട്ട കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വീട് എപ്പോഴും നീറ്റായിട്ട് ഇരിക്കുക എന്നുള്ള ആ ഒരു രീതിയിലേക്ക് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഞാൻ ഫോളോ ചെയ്യണ 2-3 മെത്തേഡ് എന്ന് പറയുന്നത് അതിലൊന്ന് പവർ അവർ ക്ലീനിങ് മെത്തേഡ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു പവർ അവർ, 1 മണിക്കൂർ സമയം, ഇപ്പോൾ രാവിലത്തെ ആ ഒരു സമയമാണെന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ സമയം, അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ, 1 മണിക്കൂറൊന്നും നമുക്ക് ആവശ്യമില്ല, എന്നാലും ആ ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ ഞാനത് തീർക്കും എന്നുള്ള രീതിയിൽ ഒരു പവർ അവർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലാണ്ട് ആ 1 മണിക്കൂർ കൊണ്ട് നമ്മൾ വീട് ക്ലീൻ ചെയ്തിടുക എന്നുള്ള ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാം. അത് നല്ല രസകരമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചില സമയം ഇപ്പോൾ മോട്ടിവേഷൻ ഒന്നും കിട്ടാത്തൊരു സമയമാണെന്നുണ്ടെങ്കിൽ ഒരു ടൈമറൊക്കെ സെറ്റ് ചെയ്ത് ഒരു ഗെയിം പോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ആ ഒരു പണി തീർക്കാൻ പറ്റും. വലിയൊരു ഭാരമില്ലാണ്ട് ആ ഒരു ക്ലീനിങ് എന്നുള്ള പരിപാടി, രാവിലത്തെ ആ ഒരു ക്വിക്ക് ക്ലീനിങ് ഉണ്ടല്ലോ, അതങ്ങനെ തീർക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഉള്ളൊരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലീൻ ചെയ്യണതിന് ഒരേ ടൈം സെറ്റ് ചെയ്ത്, ഇപ്പോൾ എല്ലാ ദിവസവും ഇപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞിട്ട് വേറെ എവിടെ പോയി ഇരിക്കാണ്ട് വേഗം പോയി ചൂലെടുത്ത് കൊണ്ടുവന്നിട്ട് ആ ഒരു വൃത്തിയാക്കൽ അങ്ങോട്ട് കഴിക്കുക എന്നുള്ളത്, അത് എല്ലാ ദിവസവും അതേ ആ ഒരു ടൈമിൽ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങനെ ഒരു റൊട്ടീനായി മാറും അല്ലേ. പിന്നെ അതുപോലെ ഒരു ഓർഡർ ഫോളോ ചെയ്യുക, ക്ലീനിങ്ങിന് ഒരു ഓർഡർ വെക്കാം. ഇപ്പോൾ ഈ അലക്കാനുള്ളതൊക്കെ അങ്ങ് മെഷീനിൽ ഇട്ട് കഴിഞ്ഞതിന് ശേഷം അകത്തേക്ക് വന്നിട്ട് അടുക്കളയിലുള്ള കുറേ കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യുക, അകത്തെ ആ ഒരു ബെഡൊക്കെ ഒന്ന് തട്ടിക്കുടഞ്ഞ് വിരിച്ചിടുക, പിന്നെ സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് വെക്കുക, അത് കഴിഞ്ഞിട്ട് ഒരു അടിച്ചു വാരിടുക, അടിച്ചു വാരുന്നതിന് തന്നെ ഒരു ഓർഡർ കീപ്പ് ചെയ്യുക. അങ്ങനെ ഒരു ഓർഡറിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫ്ലോ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് പണികൾ ചെയ്ത് തീർക്കാൻ വേണ്ടി പറ്റും. ഇന്ന് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാകുമ്പോൾ അതിന് സ്പീഡ് കൂടും അല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്ത് തീർക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ക്ലീനിങ്ങിൽ ഞാൻ ചെയ്യണ കുറച്ച് കിർക്ക് പരിപാടികളൊക്കെയാണ് കേട്ടോ ഇപ്പം പറഞ്ഞത്. പിന്നെ വീട് മെയിൻറ്റെയിൻ ചെയ്യുക. ഇപ്പോൾ ഡീപ്പ് ക്ലീനിങ് എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും നമുക്ക് എല്ലാതും തട്ടിമുട്ടി ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമ്മളെ വീട് കൊണ്ടുനടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കാത്ത കാര്യമായിരിക്കും, പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ. പക്ഷേ ആ ഒരു നല്ല രീതിയിൽ പ്രസൻറ്റബിൾ ആയിട്ട് വീട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് ഓരോ ദിവസം മാസത്തേക്ക് വേണ്ടിയിട്ട് ഒരു 30 ഡേയ്സ് സെറ്റ് ചെയ്ത് വെച്ച് ഓരോരോ ദിവസം ഈ ഒരു ഏരിയ ആണ് ഞാൻ ഡീപ്പ് ക്ലീൻ ചെയ്യാന്നുള്ളത് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ദിവസം എന്ത് ടാസ്ക്കാണോ ചെയ്യേണ്ടത് അത് ചെയ്ത് കംപ്ലീറ്റ് ആക്കുക. അപ്പോൾ ഇത് നമ്മളിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരുന്ന സമയത്ത് ഓരോ മാസം ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരുന്ന സമയത്ത് നമ്മളെ വീട് നല്ല രീതിയിൽ ക്ലീൻ ആയിട്ടുള്ള ആ ഒരു വീട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ചെയ്യണ ക്ലീനിങ്ങിൽ ചെയ്യണ കുറച്ച് പരിപാടികൾ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഹോം മേക്കിംഗ് എന്നുള്ളത് വലിയൊരു ജോലിയാണ്. അതിനെ സ്ട്രെസ്ഫുൾ ആക്കാണ്ട് സിമ്പിളായിട്ട് സിംപ്ലിഫൈ ചെയ്തിട്ട് ഓർഗനൈസ് ചെയ്തെടുക്കാൻ നമുക്ക് പറ്റിക്കഴിഞ്ഞാൽ ആ ഒരു ജോലി നമുക്ക് എൻജോയ് ചെയ്ത് ചെയ്യാൻ കഴിയുന്നുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വിചാരിച്ച കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സും ട്രിക്സും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയിൽ പുതിയ ടോപ്പിക്കും ഡേ ഇൻ മൈ ലൈഫും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായിരുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണ കാര്യം കൂടി പരിഗണിക്കണേ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണും വരെ ബൈ ബൈ.